ഞാൻ ഫാദർ ടോണി കൊച്ചേരി. ഞാൻ യു കെയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച വൈദികനാണ്. ഈ മെയ് 2-ാം തീയതിയായിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണവും മെയ് 3-ാം തീയതി പുത്തൻ കുർബാനയും. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിലെ മെത്രാനായിരിക്കുന്ന അഭിവന്ദ്യമാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പട്ടം സ്വീകരിച്ച് അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിൻ്റെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു. സിറോ മലബാർ സഭയ്ക്ക് ഇംഗ്ലണ്ടിൽ ബ്രിട്ടനിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, നമ്മുടെ രൂപത സ്ഥാപിതമാകുന്നത് ജൂലൈ 16-ാം തീയതി 2016 ഫ്രാൻസിസ് മാർപ്പാപ്പായാലാണ്. പിന്നീട് ജൂലൈ 28-ാം തീയതി അൽഫോൻസാമയുടെ തിരുനാൾ ദിവസമാണ് അത് പബ്ലിക് ആക്കിയതും. ഒക്ടോബർ 9-ാം തീയതി ജോൺ ഹെൻറി ന്യൂമാൻ്റെ തിരുനാൾ ദിവസമാണ് പിതാവിൻ്റെ ശ്രാമ്പിക്കൽ മാർ യൗസേപ്പ് മെത്രാൻ്റെ മെത്രാഭിഷേകവും രൂപതയുടെ ഉദ്ഘാടനമൊക്കെ നടന്നത്. നമുക്കറിയാം, കത്തോലിക്കാ സഭ 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ്. ഓരോ സഭയും ഈശോയുടെ ആ ഒരു മിശിഹ അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട സഭകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർ തോമാസ് ലീഹായിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു വിശ്വാസം, അത് ഭാരതത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സഭ. എനിക്ക് തോന്നുന്നില്ല അത് പമ്പയ്ക്കും ഭാരതപുഴയ്ക്കും ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു സഭയാണെന്നുള്ളത്. കാരണം സഭയെ വ്യതിരിക്തമാക്കുന്നത് അതിൻ്റെ ആധ്യാത്മികതയും ദൈവശാസ്ത്രവും അതിൻ്റെ ആരാധനക്രമവും അതിൻ്റെ ശിക്ഷണക്രമവും ഒക്കെയാണ്. അത് ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ അതിന് പ്രസക്തിയുണ്ട്. നമുക്കവിടെ ഇഷ്ടംപോലെ 80,000-ഓളം സിറോ മലബാർ വിശ്വാസികൾ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ രൂപത സ്ഥാപിതമായിട്ട് 10 വർഷമാകുന്നുള്ളെങ്കിലും നമുക്കിപ്പോൾ തന്നെ 9-10 ഇടവകളും 71 മിഷനുകളും അതുപോലെ തന്നെ 30-ഓളം അടുത്ത് പ്രൊപ്പോസ്ഡ് മിഷനുകളും എല്ലാം ഉണ്ട്. വിശ്വാസം ഇംഗ്ലണ്ടിൽ എത്തുന്നത് 500-കളുടെ അവസാനമൊക്കെയാണ്. കാൻറ്റർബറിയിലെ ആഗസ്തീനോസ് വിശ്വാസം ആദ്യമായിട്ട് റോമിൽ നിന്ന് ബെനഡിക്റ്റീൻ സന്യാസികൾ കൊണ്ടുവരുന്നത്. അതായിരുന്നു ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഒരു വസന്തമെന്ന് നമ്മൾ പറയുന്നത്. കുറേ വർഷങ്ങൾ ആ വസന്തം ഇംഗ്ലണ്ടിൽ പരിപോഷിപ്പിക്കപ്പെട്ട് വളർന്നുവെങ്കിലും ആംഗ്ലിക്കൻ സഭയിലെ കാലഘട്ടത്തിൽ കത്തോലിക്ക വിശ്വാസം അവിടെ പയ്യെ നഷ്ടപ്പെടുകയും പിന്നീട് ഒരു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലാണ് വീണ്ടും ഒരു രണ്ടാമത്തെ വസന്തം. ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നൊരു കാര്യമാണ് ഒരു രണ്ടാമത്തെ വസന്തമൊക്കെ. അത് ഒത്തിരി ഇറ്റാലിയൻ, ഐറിഷ് ഇമിഗ്രൻസ് ഒക്കെ അവിടെ ഇംഗ്ലണ്ടിൽ വന്നതോടുകൂടിയാണ് വീണ്ടും കത്തോലിക്ക വിശ്വാസം അവിടെ വീണ്ടും വളരുന്നത്. ഇപ്പോൾ അവിടെ പലരും പറയും ഇതൊരു 3-ാമത്തെ വസന്തത്തിൻ്റെ തുടക്കമാണെന്നുള്ളത്. അതിനെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമ്മളെപ്പോലെയുള്ള സിറോ മലബാറുകാർ, വിദേശികൾ ആ രാജ്യത്ത് ഒരു മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റികളുടെ ഒരു ഫ്ലറിഷിങ്, അവരുടെ ഒരു വളർച്ചയിൽ നിന്ന് തന്നെയാണ്. ഞാൻ സൗദിയിലെ റിയാദിലാണ് ജനിച്ചത്. പക്ഷെ അധികം നാൾ അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ കറുകച്ചാലിലാണ് എൻ്റെ വീട്. ഒറിജിനലി ചങ്ങനാശ്ശേരി ആണെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കറുകച്ചാലിലേക്ക് മാറുന്നത്. കുത്രപ്പള്ളി ഇടവകയാണ്. നെടുങ്കുന്നത്താണ് ഞാൻ പഠിച്ചത്. ഒരു 6-ാം ക്ലാസ് വരെ അവിടുത്തെ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. ഒരു 7-ാം ക്ലാസ് ആകുമ്പോഴാണ് പിന്നീട് യു കെയിലേക്ക് പോകുന്നത്. അച്ഛനാകാൻ പോകാനായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് കിട്ടിയതാണ്. അതൊരിക്കലും അവിടെ ചെന്നിട്ടുണ്ടായതല്ല. എൻ്റെ തോന്നലുകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ആദ്യമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നല്ല വിശ്വാസം കൈമാറിയ മാതാപിതാക്കൾ, അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഉള്ള ഒരു കുടുംബവും ഒക്കെയായിരുന്നു തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സ്വാധീനം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് വിടാൻ തുടങ്ങുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആവേശം. അൾത്താരയിൽ ശുശ്രൂഷിക്കുക, മദ്ബഹായിൽ ശുശ്രൂഷിക്കുക, അതുപോലെ തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗ്, അന്നത്തെ വേദപാഠം, പള്ളിയോടുകൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഇത് ഒക്കെ എന്നെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അന്നത്തെ പുത്രപ്പള്ളിയിലെ അച്ഛന്മാരും വികാരിയച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഒക്കെ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ മരിച്ചുപോയ ഐസക് ആലഞ്ചേരിലച്ഛനെയൊക്കെ ഇപ്പം പ്രത്യേകമായിട്ട് ഓർക്കുക. ഞാൻ അന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മയോടൊരു പറഞ്ഞൊരിതുണ്ട്, എനിക്ക് ഇംഗ്ലണ്ടിൽ വരാൻ വലിയ താല്പര്യമില്ല, എനിക്ക് പോകണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ഇവിടെ നാട്ടിൽ വളരെ ആവേശപൂർവ്വമായിട്ട് കുർബാന കൂടിക്കൊണ്ടിരുന്നൊരു സമയം, ചെറുപുഷ്പ മില്ലിങ്ങും ഇതൊന്നും അവിടെ ഇല്ല എന്നുള്ള ഓർത്തിട്ട് ആദ്യം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു 11-12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ യു കെയിലേക്ക് മാറി താമസിക്കുന്നത്. ലണ്ടനിലെ ടോൾവർത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ 7-ാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചു. അവിടെ 13-ാം ക്ലാസ് വരെ ഉണ്ട്. അവിടെ പഠിച്ച് സൗത്ത് ബോറോ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി. ബർമിംഗം സിറ്റി യൂണിവേഴ്സിറ്റിയിൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പൂർത്തിയാക്കി. അത് കഴിയുമ്പോഴാണ് പിന്നീടാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്.
തീർച്ചയായിട്ടും ആദ്യം കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കുമുള്ള ഒരു കൾച്ചറൽ ഷോക്കും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും അവിടെ ഇഷ്ടംപോലെ മലയാളികളൊക്കെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് മലയാളം ഒന്നും മറന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് വേറൊരു രാജ്യം, വേറൊരു ഭാഷ, നമ്മുടെ ഈ ഒരു പള്ളിയും നമ്മുടെ കുർബാനകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയൊക്കെ രൂപപ്പെടുത്താനായിട്ടും നമ്മൾ ഐസൊലേറ്റഡ് അല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ തരാനായിട്ട് നമ്മുടെ ഈ ഒരു സൗഹൃദങ്ങളും പള്ളിയുമൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമുക്ക് സിറോ മലബാർ കുർബാനയൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ, അത് എത്ര സിറോ മലബാർ കുർബാന കണ്ടു എന്നൊക്കെ വേണമെങ്കിൽ അന്ന് നമുക്ക് എണ്ണി വെക്കായിരുന്നു. അതുപോലൊരു കാലഘട്ടമായിരുന്നു ചെന്ന വർഷങ്ങളൊക്കെ. തീർച്ചയായിട്ടും അച്ഛനാകാനുള്ള ഒരു ആഗ്രഹം ചെറുപ്പത്തിൽ കുർബാന കൂടിയും പള്ളിയിലുള്ള ആ ഒരു ബന്ധമൊക്കെ വെച്ചിട്ടാണെങ്കിലും ഹൈസ്കൂൾ കാലഘട്ടങ്ങളും പിന്നീട് യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിലുമൊക്കെ ആ ആഗ്രഹം സ്വല്പമെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അച്ഛനാകാനായിട്ട് സെമിനാരിയിൽ പോകാനായിട്ടുള്ള വലിയ പ്രചോദനം ഈശോയോടുള്ള വിശ്വാസം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും ഒരു വ്യക്തി അവൻ സന്തോഷം, എല്ലാവരും തന്നെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ എല്ലാവരും തന്നെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ആഗസ്തീനോസൊക്കെ മനോഹരമായിട്ട് പറയും, ദൈവമേ നീ ഞങ്ങളെ സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെ ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥമാണ്. ഒരു മനുഷ്യനെ അൾട്ടിമേറ്റായിട്ട് സന്തോഷമാക്കുന്നത് അവനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണെന്നുള്ളൊരു ബോധ്യമാണ്. എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ ഉള്ളവർ ഈ ഒരു റാഡിക്കലായിട്ടുള്ളൊരു ദൈവവിളിയൊക്കെ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം, ദൈവം തരുന്ന സന്തോഷം ബാക്കിയുള്ള സന്തോഷങ്ങളെക്കാട്ടിലുമൊക്കെ വലുതാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹയൊക്കെ പറയുന്നത്, ദൈവത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം അത്രമാത്രം വിലയുള്ളതാകിയാൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു. ഇംഗ്ലണ്ടിലൊക്കെ ഇഷ്ടംപോലെ ദൈവവിളികൾ അച്ഛനാകാനായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്നും സിസ്റ്റർ ആകന്മാരുമൊക്കെയായിട്ട് ഇപ്പം 4-5 അവിടെ ആൾക്കാർ ഫോർമേഷനിലുണ്ട്. അവരോടെല്ലാം ഉള്ള ഒരു സംസാരിക്കുന്നവരുടെയൊക്കെ ഉള്ളൊരു വെളിച്ചത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഈശോയിലുള്ളൊരു വിശ്വാസമാണ് ഈ ഈശോ തരുന്ന സന്തോഷം. അത് ബാക്കിയുള്ളതിനേക്കാട്ടിലുമൊക്കെ വിലയുള്ളതായിട്ട് കാണുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ഇതാണ്, നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിനേക്കാളും വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒത്തിരി ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നതല്ല, മറിച്ച് അവൻ നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജീവിതവും ഇഷ്ടംപോലെ ദാനമായിട്ട് അവനെല്ലാം തന്നതാണ്. ഇത് ദാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിളിയാണ് എനിക്ക് തോന്നുന്നു പൗരോഹിത്യവും സന്യാസവും ഒക്കെ. എൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ രൂപത സ്ഥാപിതമായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എൻ്റെ ഡിഗ്രിയൊക്കെ തീർന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ രൂപത അവിടെ സ്ഥാപിതമായി. 2017 ഞാൻ സെമിനാരിയിൽ അവിടെ ജോയിൻ ചെയ്തു. പ്രസ്റ്റണിൽ ഞങ്ങൾക്ക് അവിടെ ഒരു മൈനർ സെമിനാരി ഉണ്ട്. 1 വർഷത്തോളം അവിടെയായിരുന്നു അതിൻ്റെ ഫോർമേഷൻ. ഞങ്ങളുടെ ആദ്യത്തെ റെക്ടറസിനായിരുന്നത് ബാബു പുത്തമ്പുരക്കലച്ചനാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ബാബു അച്ഛനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ റെക്ടറസിന്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വർഗീസ് താനുമാവങ്കലച്ചനാണ് അവിടുത്തെ റെക്ടർ. 1 വർഷത്തെ അവിടുത്തെ ഫോർമേഷൻ സ്വീകരിച്ച ശേഷം ഞങ്ങൾ പിന്നീട് റോമിലേക്കാണ് പോയത്. എനിക്ക് വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് സെമിനാരിക്കാലം മൊത്തം ഒരു 8 വർഷത്തോളം റോമിൽ പഠിക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ ആൽമോ കോളേജോ കപ്രാനിക്ക എന്ന് പറയുന്ന ഒരു സെമിനാരിയാണ് റോമിലെ. അത് റോമിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു സെമിനാരിയാണ്. കൗൺസിൽ ഓഫ് ട്രെൻഡ് സെമിനാരികളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയുള്ള ഒരു ആദ്യത്തെ സെമിനാരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവിടെ പഠിക്കാനായിട്ട് സാധിച്ച വലിയൊരു ഭാഗ്യമാണ്. അവിടെ താമസിച്ചുകൊണ്ട് പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫിയും തിയോളജിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനൻ ലോയിൽ ലൈസൻഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം ആണ് പട്ടം സ്വീകരിച്ചത്. അവിടുത്തെ ഒരു വലിയൊരു സന്തോഷം, ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ പിതാവിനെയും ഇടയ്ക്ക് അടുത്ത് കാണുവാനും അവരുമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുവാനുമൊക്കെയുള്ള വലിയൊരു ഭാഗ്യം, അതെല്ലാം റോമിൽ പഠിച്ചുകൊണ്ട് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇംഗ്ലണ്ടിലൊക്കെ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലായിടത്തെയും പോലെ തന്നെ ഒരു കൾച്ചറൽ എത്തീസം, അതുപോലെ തന്നെ റിലേറ്റിവിസം, ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തും ഒക്കെയുള്ള പ്രതിസന്ധികളാണ്. ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ത്വരയുണ്ട്, പക്ഷേ അന്വേഷിക്കുന്നത് പലപ്പോഴും തെറ്റായ സ്ഥലങ്ങളിലാണെന്നേ ഉള്ളൂ. മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണ്, പക്ഷേ അവൻ അന്വേഷിക്കുന്ന സന്തോഷം ദൈവമാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അത് അന്വേഷിക്കുന്ന സ്ഥലങ്ങൾ വേറെയാണ്. ഈ ഒരു പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു ദൈവചിന്തയും ദൈവത്തിങ്കിലേക്ക് എത്തണം എന്നുള്ളൊരു
ചിന്ത അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള വലിയൊരു ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യനിലേക്ക് ആ ഈശോയുടെ സ്നേഹം, ഈശോയാകുന്ന സത്യം, ദൈവമാകുന്ന സത്യത്തിലേക്ക് അവനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും 2026 ഈശോ തരുന്ന സന്തോഷവും സത്യവും ഒക്കെ അനുഭവിച്ചറിയാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ന്യൂ ഇവാഞ്ചലൈസേഷൻ, ഈശോയെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും, അത് തിരസ്കരിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും, അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ട്രൂത്ത്, അതിൻ്റെ ആ മനോഹാരിത വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അതൊരു പ്രതിസന്ധി മാത്രമല്ല, പക്ഷേ അത് വലിയൊരു സന്തോഷം കൂടിയാണ്. ഞാൻ എൻ്റെ ദൈവവിളിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയോടാണ്. ഇവിടെ ജനിച്ചു വളർന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം കുർബാനയോടുള്ളൊരു സ്നേഹം, നമ്മുടെ പൈതൃകത്തോടും തോമാശ്ലീഹായിലും നമുക്ക് കിട്ടിയ ഒരു പാരമ്പര്യത്തോടുമൊക്കെ ഉള്ളൊരു വിശ്വസ്തത, ആ ഒരു എക്ലേസിയാസ്റ്റിക്കൽ കോൺഷ്യസ്നെസ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് നമ്മുടെ ഐഡൻറ്റിറ്റിയോടുമൊക്കെ കിട്ടിയത് തീർച്ചയായിട്ടും ഇവിടെ നിന്നാണ്. കുർബാനയോടുള്ളൊരു സ്നേഹം, കുർബാന കൂടാനുള്ളൊരു ആവേശമൊക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പയ്യന് ഇതൊന്നും അധികം മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ധൂപക്കുറ്റിയുടെ നിന്ന് വരുന്ന പുകയും അതിൻ്റെ മണികളും പാട്ടുകളും നമ്മുടെ ഈണങ്ങളും നമ്മുടെ പുരോഹിതൻ്റെ വസ്ത്രങ്ങളും എല്ലാം ഒരു പയ്യനെ ആകർഷിക്കാൻ കഴിവുള്ളതാണ്. അതിലൂടെ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വിശ്വാസം ഇതൊരു മാണിക്യമാണ്, ഒരു മുത്താണ്, ഒരു രത്നമാണ്, ഇത് വിലമതിക്കാനാവാത്ത ഒന്നാണെന്നുള്ള ഒരു സത്യം. എനിക്ക് തോന്നുന്നു അവിടെയാണ് ഈ ദൈവവിളിയൊക്കെ ആരംഭിച്ചത് തന്നെ. അതുകൊണ്ട് ഈ രൂപതയോടൊക്കെ ഞാൻ ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ തന്നെ നമ്മളൊരു സീറോ മലബാറുകാരനാണ്, മർത്തോമാ നസ്രാണികളാണ് എന്നുള്ള വലിയൊരു സന്തോഷവും അഭിമാനവും നമുക്ക് തോന്നണം. കാരണം ഒരു സ്ലീഹായുടെ പേരോട് ചേർത്ത് ഉള്ള ഒരു സഭ, പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം, ഇതൊരു വലിയ ഒരു സ്വത്താണ്, നമുക്ക് അഭിമാനിക്കാനാവുന്നത്. ഇത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് നൽകുകയാണ്. കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് തോമാശ്ലീഹായിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഇത് നമുക്ക് അഭിമാനിക്കാം. ഈ ഒരു വിശ്വാസത്തിൽ, ഈ ഒരു പാരമ്പര്യത്തിൽ ഇത് തീർച്ചയായിട്ടും വെറുതെ അഭിമാനിക്കാൻ മാത്രമായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല, മേന്മ പറയാനായിട്ടൊന്നുമല്ല, മറിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൈമാറ്റം, നമുക്ക് പൂർവികരിലൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു പൈതൃകം, നമ്മൾ കുർബാനയിൽ ചെല്ലുന്ന പോലെ ആ മാതൃക പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയത്, അത് നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിനെല്ലാം ഉത്തരം ഈശോയിലാണ്, മാർസ്ലീവായിലാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.